പരിശുദ്ധനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ യേശു കഴിവ് നൽകി. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവമായ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു, എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ജനം സംതൃപ്തരാകും. നിന്റെ വിലാപത്തെ ഞാൻ ആഹ്ലാദമാക്കി മാറ്റും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. സ്നേഹമുള്ളവരെ, ദൈവവുമായുള്ള ബന്ധം നമുക്ക് പുതുക്കാം. നമ്മുടെ ആത്മീയ മേഖലയുടെ ശക്തി കൂട്ടാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. കർത്താവ് പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന നമ്മുടെ കർത്താവ് പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല. അവിടുത്തെ കരം നമ്മെ ഇന്ന് പൊതിയും. നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവെന്നോട് ചൊല്ലി. യേശുവേ, കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവെന്നോട് ചൊല്ലി. കരയരുതേ പൊന്നോമനേ, നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവെന്നോട് ചൊല്ലി. കർത്താവ് പറയുന്നു, ഈ ലോകത്തിലെ സ്നേഹം നശ്വരമാണ്. ശാശ്വതമായ സ്നേഹത്തിന്റെ ഉറവിടം നമ്മുടെ ദൈവമാകുന്നു. നാം വീഴുന്ന അവസരങ്ങളിൽ നമ്മെ താങ്ങുന്ന കർത്താവ്, അവിടുന്ന് നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ താങ്ങി അനുഗ്രഹിക്കും. നീ എന്റേതാണ്. ഈ ലോക സ്നേഹത്തിൻ മായകളെല്ലാം നശ്വരമെന്നു നീ അറിഞ്ഞുകൊള്ളുക. ഓ എന്റെ ഭൂമിള പോലവയെല്ലാം തകർന്നിടുമ്പോൾ കഥനം നിന്നെ തേടിയെത്തും. കരയരുതേ പൊന്നോമനേ, നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. ആരോപണങ്ങൾ നമ്മുടെ ഹൃദയത്തെ മുറിക്കുമ്പോൾ, ഒറ്റപ്പെടൽ നാം അനുഭവിക്കുമ്പോൾ, കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ ഒരിക്കലും മാറാതെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്.
ഓ യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആരോപണങ്ങളാൽ നിൻ മനം നൊന്താലും ആരു മറന്നാലും മറക്കില്ല ഞാൻ. യേശുവേ, മാറാത്ത സ്നേഹമായി ഞാനില്ലയോ, മാറിൽ ചേർക്കുന്ന നിന്റെ ദൈവം. ആമേൻ. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയ കർത്താവെന്നോട് ചൊല്ലി, കരയരുതേ എൻ പൊന്നോമനേ, നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണുനീരും കർത്താവ് ശ്രവിക്കുകയും നിങ്ങളുടെ കണ്ണീർ തുടച്ച് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.